ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കണല്ലേ? ഇന്ന് ഞായറാഴ്ചയല്ലേ, എല്ലാ വീടുകളിലും നോണായിരിക്കും. ഇവിടെ നോൺ തന്നെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് പോർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വരട്ടിയ ഒരു പോർക്കിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ഇവിടെ 1 കിലോ പോർക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് എടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി, സവാള, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അതിൽ നിന്നൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഇട്ട് കൊടുക്കുക. പിന്നെ ഓരോ സ്പൂൺ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്ത് വെക്കാം. ഓർക്കായതുകൊണ്ട് നമ്മൾ കുക്കറിൽ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. വെച്ചിട്ട് ചൂടാകുമ്പോഴേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി നിറം മാറുമ്പോൾ നമുക്ക് അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സവാളയും നിറം മാറി ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അതിൽ നല്ല ചൂടായതുകൊണ്ട് മേലെ ഷീറ്റ് പച്ച കളറാണ്. അപ്പോൾ അതിൻ്റെ കളർ ഷെയ്ഡാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ഇതിലേക്ക് ഓരോ സ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി പൗഡർ, ഗരം മസാല ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി പച്ചമണം മാറുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് മാറ്റി വെച്ച പോർക്ക് നമുക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ലാസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് ഇളക്കി വരട്ടിയെടുക്കാം കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ മല്ലിയിലയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ചൂടോടെ തന്നെ ബൗളിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായില്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുമ്പോഴേക്ക് ടാറ്റാ, ബൈ ബൈ.